നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ വരെയായി. ഞാൻ ഇഞ്ചിമ്പുളി ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. നാളെ എന്തെങ്കിലും ഉണ്ടാക്കണുണ്ടോ നാൻസി? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 3 തരം കിച്ചടികളുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ കുറേ തരം കിച്ചടികൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഒരു എപ്പിസോഡിൽ തന്നെ 3 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് കുക്കുംബർ, അതുപോലെ തന്നെ ഗ്രീൻ ആപ്പിൾ എന്ന് പറയുമ്പോൾ ഗ്രീൻ ആപ്പിൾ മാത്രമല്ല കേട്ടോ, പുളിയുള്ള ഏത് ആപ്പിൾ വെച്ചും നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കഷ്ണങ്ങളും ഇല്ലാത്ത തൈര് കിച്ചടി. അങ്ങനെ 3 തരം കിച്ചടികൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ 3 തയ്യാറാക്കാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും തയ്യാറാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടാക്കിയിരുന്ന നമ്മുടെ എന്തായിരുന്നു കൂട്ടുകറി, അതുപോലെ തന്നെ പായസം, പിന്നെ ഗ്രീൻ ആപ്പിൾ പിക്കിള്, അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവർ കാണാനും ഓണത്തിന് ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള 3 തരം കിച്ചടികൾ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 3 തരത്തിലുള്ള കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 3ഉം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ബാച്ചിലേഴ്സിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന കിച്ചഡീസ് കേട്ടോ. അപ്പോൾ കിച്ചടിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് താളിച്ച് ചേർത്താൽ മാത്രം മതി. അതാണ് കിച്ചടി എന്ന് പറയുന്നത്. പച്ചടി എന്ന് പറയുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ചെയ്യണം. അപ്പോൾ ചില പച്ചടിയിൽ സ്വീറ്റ് പച്ചടി ഉണ്ടാവും, സ്വീറ്റ്നെസ് ഇല്ലാത്ത പച്ചടി ഉണ്ടാവും. അപ്പോൾ ഇത് കിച്ചടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒട്ടും സ്വീറ്റ് ഇല്ലാത്ത ഇച്ചിരി പുളിയോട് കൂടിയിട്ടുള്ളതിനാണ് നമ്മൾ കിച്ചടി എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് തൈര് വെച്ചിട്ടുള്ള കിച്ചടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് മിക്സിയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ പാനസോണിക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ വർഷങ്ങളായിട്ട് ഞാൻ പാനസോണിക് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു പോർഷനാണ് ചെയ്യാൻ പോകുന്നത്. 3 കിച്ചടി ഉള്ള കാരണം പിന്നെ ഒരുപാട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ജാം വരുമ്പോൾ ഞെട്ടിപ്പോകും, എന്താ കിച്ചടികളുടെ സംസ്ഥാന സമ്മേളനമാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമുക്കിതിലോട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കതിലോട്ട് ഒരല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെ അളവൊക്കെ ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു നുള്ളു മാത്രം മതി കേട്ടോ, ഒരു പേരിന് മാത്രമേ. പിന്നെ അതിലോട്ട് ഒരു ചെറിയ പച്ചമുളക്, നീളത്തിലുള്ള പച്ചമുളക് ആയാലും കുഴപ്പമില്ല, കാന്താരി ആണെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ ഉണ്ടമുളക് ആണെങ്കിലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ഇല കറിവേപ്പില. ഇത്രയും ഐറ്റംസ് ചേർത്തല്ലോ. കിച്ചടിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഒരിക്കലും വെള്ളം ചേർക്കാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമുക്കിതിലോട്ട് തൈര് വേണം ചേർത്ത് കൊടുക്കാൻ, വെള്ളത്തിന് പകരമായിട്ട്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലങ്ങ് നമുക്ക് നന്നായിട്ട് മഷി പോലെ അങ്ങ് അരച്ചെടുക്കണം. പുളിയുള്ള തൈരാണ് ഏറ്റവും നല്ലത് കേട്ടോ. പുളിയില്ലാത്ത തൈരിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കിച്ചടി നന്നായിട്ട് ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ നമുക്കിത് അരച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ല നൈസായിട്ട് അരഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ രീതിയിൽ വീട്ടിലിപ്പോൾ സദ്യ ചെയ്യുമ്പോൾ കിച്ചടിക്കുള്ള കൂട്ട്, തേങ്ങയുടെ കൂട്ട് ഞാൻ ഒരുമിച്ചാണ് ചെയ്യാറുള്ളത്. അതായത് 3 കിച്ചടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 3നും കൂടിയിട്ടുള്ള തേങ്ങയും അതുപോലെ തന്നെ കടുകും പിന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് ഒരുമിച്ച് അരച്ച് വെച്ചിട്ട് 3 പോർഷനിലോട്ട് ചേർക്കാണ് പതിവ്. പക്ഷേ നിങ്ങൾക്കൊരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തനിയെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് തൈര് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. ഓവറായിട്ട് അടിച്ചിട്ട് മോര് പോലെ ആക്കാൻ പാടില്ല, ആ തൈരിൻ്റെ കട്ടകൾ ഉടയ്ക്കാൻ മാത്രമേ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാനൊരു 6 ടേബിൾ സ്പൂൺ തൈര് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഞാനൊരു 6 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ട് ജസ്റ്റ് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടകൾ ഉടഞ്ഞിട്ടുണ്ട്, പക്ഷേ തിക്നെസ് ഒട്ടും പോയിട്ടുമില്ല, ഒരുപാട് ലൂസായിട്ടില്ല. മനസ്സിലായി? ഇതുപോലെ തിക്കായിട്ടിരിക്കുന്ന കൺസിസ്റ്റൻസി വേണം നമ്മൾ കിച്ചടി ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലോട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈരിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടങ്ങ് ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഒരു അല്പം കൂടി ഉപ്പ് വേണം, പുളി പാകത്തിനാണ്. മുളക് എരിവനുസരിച്ച് മാറ്റം വരും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതായത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീസ്പൂണോളം ഇഞ്ചി കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇടുന്നേക്കാൾ മുൻപായിട്ട് ഇഞ്ചി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൊണ്ട് ചേർത്ത് പൊട്ടിക്കാം. കുറച്ച് ഇഞ്ചി ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കിച്ചടിക്ക്, തൈര് കിച്ചടിക്ക്. നിർബന്ധമൊന്നുമില്ല കേട്ടോ ഈ ഇഞ്ചി ചേർക്കണമെന്ന്, പക്ഷേ ഇഞ്ചി ചേർത്ത് നോക്കൂ നിങ്ങളൊന്ന്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഇഞ്ചി ചേർക്കണ്ട. പക്ഷേ ഇഞ്ചിയുടെ ഫ്ലേവർ വളരെ നല്ലതാണ്. നമ്മൾ ഇഞ്ചി തൈര് ഓൾറെഡി ഇട്ടിട്ടില്ലേ, സെയിം പോലെ തന്നെ, പക്ഷേ ഇതിൽ ഇഞ്ചിയുടെ അളവ് കുറവാന്ന് മാത്രം. ഇഞ്ചി വഴറ്റുമ്പോൾ നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇടണം, ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. അപ്പോൾ ഇഞ്ചി പെട്ടെന്ന് തന്നെ അങ്ങ് ബ്രൗൺ കളർ ആവും, കരിഞ്ഞു പോവും, പക്ഷേ അങ്ങ് ഫ്രൈ ആയി കിട്ടില്ല. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബ്രൗൺ കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല വാസനയും വരുന്നുണ്ട്. കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക.
ഒരുപാടൊന്നും കടുക് വേണ്ട, ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാകും. കടുക് പൊട്ടി കഴിയുന്ന സമയത്ത് നമുക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അവസാനം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആ സമയമാകുമ്പോഴേക്കിനും ഇഞ്ചിയുടെ കളർ ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ കിച്ചടിയിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തൈര് കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് കൂടും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ആപ്പിൾ വെച്ചിട്ടുള്ള കിച്ചടിയാണ്. അതിന് വേണ്ടി ഞാൻ 2 ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഗ്രേറ്റ് ചെയ്ത് നോക്കാം, ഒന്ന് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ മറ്റേത് എടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ആപ്പിൾ, വാഷ് ചെയ്തിരിക്കുന്ന ഗ്രീൻ ആപ്പിൾ എടുക്കുക. അതിൻ്റെ തൊലി അങ്ങ് റിമൂവ് ചെയ്യാം. കിച്ചടി ഉണ്ടാക്കുമ്പോൾ തൊലി കളയണം. അതേസമയം ഗ്രീൻ ആപ്പിൾ പിക്കിൾ ഉണ്ടാക്കിയപ്പോൾ തൊലിയോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എത്ര പേര് ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് പിക്കിൾ ഉണ്ടാക്കി നോക്കി? എനിക്കൊരു 19 പേര് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഞാൻ തൊലി കളഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേറ്റർ എടുക്കുക. ഗ്രേറ്ററിൻ്റെ ചെറിയ സൈഡ് എടുക്കുക. ഇത് വലിയതായിട്ടുള്ള സൈഡും ഇത് ചെറുതുമാണ്. അപ്പോൾ ചെറുതായിട്ട് അങ്ങ് നൈസായിട്ട് അങ്ങ് ഗ്രേറ്റ് ചെയ്യുക. ഞാൻ പച്ചമാങ്ങ കിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, സെയിം പ്രൊസീജിയർ തന്നെ, ഒരു മാറ്റവും ഇല്ല. ആ നടുവിലത്തെ ഈ പോർഷൻ വരുമ്പോൾ അതങ്ങ് കളയാം. നല്ല പുളിയുള്ള ആപ്പിളായിരിക്കും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് പുളിയല്ല, എന്നാൽ പോലും പുളി വേണം. മധുരമുള്ള ആപ്പിൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. റെഡ് ആപ്പിൾ ആണെങ്കിലും പുളിയുള്ള ആപ്പിൾ കിട്ടും റെഡ് ആപ്പിളിൽ, അത് വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ഗ്രീൻ ആപ്പിൾ വേണമെന്നൊരു നിർബന്ധമില്ല, പക്ഷെ പുളിയുള്ള ആപ്പിൾ ആയിരിക്കണം എന്ന് മാത്രം. അതേപോലെ തന്നെ ഗ്രീൻ ആപ്പിൾ പിക്കിളിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് റെഡ് ആപ്പിൾ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന്. റെഡ് ആപ്പിൾ വെച്ച് ചെയ്യാൻ പറ്റും, ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുളിയുള്ള റെഡ് ആപ്പിൾ വെച്ച് ചെയ്യാം പിക്കിള്. ഇത് പോരാ കേട്ടോ, നമുക്ക് 2 ആപ്പിൾ തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ മറ്റേ ആപ്പിൾ ഇതേപോലെ തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കട്ടെ കേട്ടോ. ആപ്പിൾ പെട്ടെന്ന് തന്നെ നമുക്ക് തൈരിലോട്ട് ചേർക്കണം കേട്ടോ. ഇതിൻ്റെ കളർ പെട്ടെന്ന് മാറുന്നതാണ്. അതുകൊണ്ട് ഇത് റെഡിയാക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇവിടെ കുറച്ച്, ഞാനിപ്പോൾ ഒരു 8 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. തൈരിലിട്ട് കഴിഞ്ഞാൽ പിന്നെ കളർ ചേഞ്ച് വരില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ചെറുനാരങ്ങ നീര് ആപ്പിളിൽ അങ്ങ് പരട്ടി വെക്കുന്നത്, കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൈര് പുളിയുള്ളതല്ലേ, അപ്പോൾ പുളിയുള്ള തൈരിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ അങ്ങ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേങ്ങയും കടുകും കറിവേപ്പിലയും മുളകും അതേ അളവ് തന്നെ മതിയാവും. 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, അതുപോലെ തന്നെ ഒരു നുള്ള് കടുക്. പിന്നെ ഇതിലേക്ക് പച്ചമുളക് കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും, കാരണം നമ്മളിതിൽ കഷ്ണങ്ങളുണ്ട്. അതായത് ആപ്പിൾ ഉള്ള കാരണം പച്ചമുളക് കൂടുതൽ വേണം. മറ്റേത് ഒരു കഷ്ണങ്ങളില്ലാതിരുന്ന കാരണമാണ് നമ്മൾ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത പച്ചമുളക് ആണെങ്കിൽ കുറച്ച് എണ്ണം കൂട്ടണം. 2 കറിവേപ്പില മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തൈര് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളുടെ ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നുള്ളു പഞ്ചസാര നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷെ അത് ഇടുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് വരിക നമ്മുടെ കിച്ചടിക്ക്. മിക്സ് ചെയ്യുക. ഇനി നേരത്തെ കാണിച്ച പോലെ തന്നെ താളിച്ചങ്ങ് ചേർക്കാം. അപ്പോൾ ഈ ഒരു കിച്ചടി ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയ അളവിൽ നമുക്കൊരു 10-12 പേർക്ക് സദ്യയിൽ സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരളവാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ആദ്യം കാണിച്ചിരുന്ന കിച്ചടി നമുക്കൊരു 6-7 പേർക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റും. അടിപൊളിയുണ്ട് കേട്ടോ. ആപ്പിളെന്നൊരു മനുഷ്യൻ പറയില്ല, സൂപ്പറായിട്ട്. ഓക്കെ, നമുക്ക് താളിച്ച് ചേർക്കാം. ഇതിലേക്ക് ഇഞ്ചി വേണ്ട കേട്ടോ. ഇതിൽ നമ്മൾ സാധാരണ താളിച്ച് ചേർക്കുന്ന ഐറ്റംസ് മാത്രം മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ കിച്ചടിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആപ്പിൾ കിച്ചടിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, ഈസി പീസി ആയിട്ടുള്ള കുക്കുംബർ കിച്ചടി. സെയിം പ്രൊസീജിയർ തന്നെ, എന്നാലും ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വെള്ളരിക്ക വെച്ചിട്ട് പച്ചടിയും കുക്കുംബർ വെച്ചിട്ട് കിച്ചടിയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സിയിൽ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ചെയ്താലും മതി. നല്ല കട്ടായിട്ടുള്ള തൈര്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ കുക്കുംബറാണ്. അതിൻ്റെ തൊലി ആദ്യം കളയണം. നല്ലോണം വെള്ളമുള്ള ഒരു വെജിറ്റബിളാണ് ഈ കുക്കുംബർ. തൊലി കളഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലോട്ട് വളരെ നൈസായിട്ട് അങ്ങ് അരിഞ്ഞിടാം. ഞാനിതിൻ്റെ ഉള്ളിലത്തൊന്നും കളയാറില്ല കേട്ടോ. ചിലവർ അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ കളയും, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഉള്ളിലത്തെ ഇത് കഴിക്കാൻ. വളരെ നൈസായിട്ട് നമുക്കങ്ങ് അരിഞ്ഞിടാം. നിങ്ങളിങ്ങനെ അരിയണ്ട കേട്ടോ, നിങ്ങൾ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞാൽ മതി. എനിക്കിങ്ങനെ അരിഞ്ഞ് ശീലമായതുകൊണ്ടാണ് ഇങ്ങനെ അരിയുന്നത്. മൊത്തത്തിൽ ഇതേപോലെ നൈസായിട്ട് കുക്കുംബർ അങ്ങ് അരിഞ്ഞിടാം. ഓക്കെ, അപ്പോൾ കുക്കുംബർ നമ്മൾ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ നൈസാക്കണമെങ്കിൽ ആക്കാം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കുംബറിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുക്കുംബറിൽ നിന്ന് വെള്ളം നല്ലോണം അങ്ങ് വരാൻ തുടങ്ങും. ആ വെള്ളം കളയണം. കാരണം നമ്മൾ ഈ വെള്ളത്തോട് കൂടി കിച്ചടി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ കിച്ചടി ഭയങ്കരമായിട്ട് ലൂസായിരിക്കും, വെറും വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഈ കുക്കുംബറിൽ ഉപ്പിട്ട് വെക്കുന്നത് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരില്ലേ അതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. അതാണ് ഈ കുക്കുംബർ കിച്ചടി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പ്. എൻ്റെ വീട്ടിൽ സദ്യ ഉണ്ടാക്കുന്ന സമയത്താണ് ഞാനിത്
കണ്ടു പഠിച്ചത്. അവരിങ്ങനെ കുക്കുംബർ പിഴിയുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് അവരിങ്ങനെ പറഞ്ഞത് എൻ്റെ അടുത്ത്. ഇലയിൽ വിളമ്പുമ്പോഴെങ്കിൽ ലൂസായിട്ട് അങ്ങ് ഒലിച്ചു പോകുന്നുള്ള കാര്യം. അപ്പോൾ ഈ വെള്ളം കളയണമെന്നൊന്നുമില്ല കേട്ടോ. ഈ വെള്ളം നമുക്ക് കുറച്ചും കൂടെ വെള്ളം മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതേ ഉള്ളൂ. കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ എന്തായാലും കളയാൻ പോവാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ സെയിം പോലെ തന്നെ അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുക്കുന്നുള്ളൂ. 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 1 നുള്ള് കടുക്, 2 പച്ചമുളക്, 2 കറിവേപ്പില, തൈര് 1.5 ടേബിൾ സ്പൂൺ ഇടുന്നുള്ളൂ. കാരണം കുക്കുംബർ ആയതുകൊണ്ട് വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നൈസായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറയില്ലേ കുറച്ച് തിക്കായിട്ടാണ് അരച്ചിരിക്കുന്നത്. നമുക്ക് തൈരിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 നുള്ളു പഞ്ചസാര നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കുക്കുംബർ ഇല്ലേ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരാൻ തുടങ്ങും. ഈ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയണേ. പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ സദ്യയുടെ അന്ന് ഉണ്ടാക്കുന്ന റെസിപ്പീസാണ് കേട്ടോ. ഈ തൈര് ചേർത്തിട്ടുള്ള കിച്ചടികൾ, പച്ചടികളോ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഓലൻ എങ്ങനെയാണ് സദ്യ ഓർഗനൈസ് ചെയ്യാന്നുള്ള വീഡിയോ കാണാത്തവർ കാണാൻ മറക്കരുത്. അപ്പോൾ അതിലെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. ഞാൻ അതിലേക്കും നമ്മൾ സാധാരണ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയും കണ്ടിട്ട് താളിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയുള്ള പരിപാടി. അപ്പോൾ നമ്മുടെ 3 കിച്ചടികളും റെഡി ആയിട്ടുണ്ട്. ഇത് കുക്കുംബർ കിച്ചടി, ഇത് ഗ്രീൻ ആപ്പിൾ കിച്ചടി, ഇത് തൈര് കിച്ചടി. കഷ്ണങ്ങളൊന്നും ചേർക്കാത്ത കിച്ചടി. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അത് അടിപൊളിയുണ്ട്. ഗ്രീൻ ആപ്പിൾ കഴിച്ച് നോക്കട്ടെ. ആഹാ, എനിക്ക് ഏറ്റവും ഇഷ്ടം ഗ്രീൻ ആപ്പിളാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത നമ്മൾ തൈര് കിച്ചടി. ഇതും അടിപൊളിയായിട്ടുണ്ട്. ആ ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ വന്നപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 3 ഗംഭീരമായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഈ എപ്പിസോഡിൽ തന്നെ 3 റെസിപ്പി നിങ്ങൾക്ക് കിട്ടിയില്ലേ ഒരു എപ്പിസോഡിൽ തന്നെ. അപ്പോൾ എത്ര വിഭവങ്ങളുണ്ടെന്ന് നോക്കിക്കേ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മളെ വീണാസ് കറിവേലിൽ വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വാസത്തോടു കൂടി അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഞങ്ങളിങ്ങനെ നടക്കാൻ വേണ്ടി വന്നിരിക്കണം. ഞാനും നാൻസി രാവിലെ തന്നെ നല്ല കിളികളും നല്ല സ്ഥലം. ഞങ്ങൾ സ്പിന്നീസിൻ്റെ ഉള്ളിൽ നടക്കാൻ വന്നത് വീട്ടിൽ നിന്ന്. അടിപൊളി സ്ഥലം. രാവിലെ 7 മണിയാകുമ്പോൾ ആരും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. മനസ്സിൽ കിളികളാ. മരം നല്ല കുട്ടികളാവാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി യോഗ ചെയ്യണം. അല്ലെങ്കിലേ നമ്മുടെ ശരീരം സ്വന്തം സൂക്ഷിച്ചില്ലെങ്കിൽ ശരിയാവില്ല. എന്തോരം കണ്ട കൊച്ചു കൊച്ചു കിളികൾ കണ്ട, നിറച്ച് കിളികളാ. അത് മറ്റേത് കിളിക്കൂടുണ്ട് അതിൻ്റെ ഉള്ളില്. നല്ല സ്ഥലമാണത്. ആരും ശല്യപ്പെടുത്താത്ത, കിളികൾക്കൊക്കെ സുഖമായി താമസിക്കാൻ പറ്റുന്ന സ്ഥലം.